ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അമ്മയടുത്തോട്ട് പോവാണ്. ഞാൻ ഇന്നലെയാണ് അമ്മയടുത്തുനിന്ന് വന്നത്. ഞാൻ നമ്മുടെ എറണാകുളത്തെ 2 ക്ലാസ്സിൻ്റെ കാര്യമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് അത് കഴിഞ്ഞ് വന്നത്. അതായത് രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തി. ഇന്നലെ മെനഞ്ഞാന്ന് രാവിലെ പോയി. അതായത് രാവിലെ എന്ന് പറയുമ്പോൾ വെളുപ്പിനെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എറണാകുളം ചെന്നിട്ട് ഇന്നലെ തന്നെ ഞാൻ തിരിച്ച് വന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ അമ്മയടുത്തുനിന്ന് ഇങ്ങ് വന്നപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു ഫീല്. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമെന്ന്. ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം സമയം 8 മണി ആവാറായി. ഞാൻ എന്തായാലും ഇപ്പം നേരെ അമ്മയടുത്തോട്ട് പോകും. കാരണം എന്തോ ഞാനങ്ങ് ഒറ്റപ്പെട്ട ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും നോക്കുന്നില്ല, നേരെ ഹെൽമെറ്റ് എടുക്കുക, ബാഗ് എടുക്കുക. റെയിൻകോട്ട് ബാഗിലാണ്, അതുകൊണ്ടാണ് ബാഗ് എടുക്കുന്നത്. നേരെ എടുക്കുക, നേരെ എറണാകുളം വിടുകയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വ്ളോഗായിട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. വീട്ടിലോട്ട് കയറുകയാണ്. ഞാൻ റെയിൻകോട്ടൊക്കെ ഊരി, നല്ല മഴയായിരുന്നു, അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. അതെല്ലാം ഊരി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. വെള്ളിയാഴ്ച ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാം. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എന്തു വെച്ചത്? 45. നാളെ കൊണ്ടുപോകാൻ മതിയാണോ? പിന്നെ പറയാത്. തമ്പുരുമോള്, ഇത് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി. ഇത് എൻ്റെ 2ാമത്തെ സ്വന്തം പ്രോപ്പർട്ടി. ഇത് എൻ്റെ തള്ള. ഇത് മൂത്ത ആള്, ഇത് നടുക്കത്തെ ആള്. തുപ്പടകത്ത് തിന്നത് മൂത്തത് ഇത്. നീ 2ാമത്തെ, നടുക്കത്തെ. ഞാനല്ലേ ഇളയത്. നീ ഇളയതാണോ? നീ ഞങ്ങളെ മൂത്തതല്ലേ? അതോ? എന്തോ ചെയ്യാനാ ഗൈസ്, അങ്ങനെയൊക്കെ പറയുന്നു. ഞാനെന്തോ ചെയ്യാനാ? അമ്മയുടെ പൊന്നുമോനെന്നാ എന്തൊരു മോളെ എന്നെ വലിപ്പിക്കാനാട്ടോ. ഞാൻ പറഞ്ഞില്ലയോ, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. വേണ്ട, നിങ്ങൾ ഇതല്ലേ ഇതിനാ ഇപ്പൊ നോക്കിക്കോളാം. കണ്ടോ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാ. പെങ്ങന്മാരാകുമ്പോ ഇത്തരത്തിലുള്ള വേലകളെല്ലാം കാണിക്കും. നമ്മളെല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്തോളാം. അപ്പൊ ഇതേ ഉള്ളു സംഭവം. ഇനി വാ, മേരാ മാതാശ്രീ, എൻ്റെ മൂത്ത പെങ്ങള്, ഇളയത് അപ്പുറത്തിരിപ്പുണ്ട്. ഇന്ത പ്രോപ്പർട്ടിയുടെ മോളാണ് നീല. ഇത് പിന്നെ അറിയാലോ, കാവർജി.